ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സോസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യുന്നത് ചെമ്മീൻ വെച്ച് ഒരു സിമ്പിൾ ചെമ്മീൻ റൈസ് റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു സിമ്പിൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ചെമ്മീൻ റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ ചെമ്മീൻ കുറച്ചെടുത്ത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യണം കേട്ടോ. ഞാനൊരു 300 ഗ്രാം ചെമ്മീൻ എടുത്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, നോർമൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഫിഷ് മസാല കയ്യിൽ ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഫിഷ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫിഷ് മസാല ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അത് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഈ ചെറുനാരങ്ങയുടെ പകുതി പോർഷനാണ് എടുത്തിട്ടുള്ളത്, അതും കൂടി ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈവച്ച് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം ഇതൊരു 10-15 മിനിറ്റ് സമയം ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം. നമ്മളപ്പോൾ ചെമ്മീൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ ഇതിലേക്ക് പറക്കി വെച്ച് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങ് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. പിന്നെ ഒത്തിരി ഡീപ്പ് ഫ്രൈ ആക്കി കഴിഞ്ഞാൽ അതിങ്ങനെ റബ്ബർ പോലെ ആയി പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇതായിട്ടുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുകയാണേ. ചെമ്മീൻ വറുത്തെടുത്ത ആ സെയിം എണ്ണയിലേക്ക് തന്നെ ഒരു 20ഓളം ചെറിയ ഉള്ളി ഇതുപോലെ വട്ടത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്നത് വരയ്ക്കും ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ എടുത്ത് ഒന്ന് ചതച്ചതിന് ശേഷം ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് വീണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അതിനോടൊപ്പം തന്നെ കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഫിഷ് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫിഷ് മസാല ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും ഒരു കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്താൽ മതിയാവും. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഫിഷ് മസാല പൗഡറും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരയ്ക്കും ഒന്ന് മൂപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇനി വേവിച്ച് വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത്. ബസ്മതി റൈസ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ബസ്മതി റൈസ് ആണ് കയ്യിലുള്ളതെങ്കിൽ അത് എടുക്കുക. അപ്പോൾ ഈ വേവിച്ച് വെച്ച റൈസും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത റൈസ് മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ റൈസ് വേവിക്കുമ്പോൾ അതിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്, അത് കാരണം ഇനി ഉപ്പിൻ്റെ ആവശ്യം വരില്ല. വേണമെന്നുണ്ടെങ്കിൽ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ചെമ്മീൻ ഉണ്ടല്ലോ, അതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇതിൻ്റെ കൂടെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെറുനാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കുമ്പോഴാണ് ഈ ഒരു ചെമ്മീൻ്റെ ഈ ഒരു റൈസിന് കൂടുതൽ ടേസ്റ്റി ആവുന്നത്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് ഒരു പകുതി ചെറുനാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കുക. ഇതിനോടൊപ്പം കുറച്ച് വേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു മണം വരും ഈ വേപ്പിലയും കൂടെ ചേർക്കുന്ന സമയത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ചെമ്മീൻ റെസിപ്പി അല്ലേ ഇത്. ചെമ്മീൻ റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ ടേസ്റ്റാണ്, ഉണ്ടാക്കാനും ഈസിയാണ് കേട്ടോ.